ഹരിതേ, നീ എന്താ പിന്നെ പറയാന്ന് പറഞ്ഞ് മാറ്റിവെച്ച സംഗതി? എന്ത് സംഗതി? നമ്മൾ ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോ. ആ അതോ? അത് പറഞ്ഞ അച്ഛന് ദേഷ്യം വരും. ദേഷ്യം ഞാൻ കൺട്രോൾ ചെയ്തോളാം. അതെ, ഞാൻ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ വരുമ്പോ ഹയർ സ്റ്റഡീസിന് പോവും, ബാംഗ്ലൂർ. നീ ഡിസൈഡ് ചെയ്തോ? ഓഫ് കോഴ്സ്. കേരളത്തിൽ ശരിയാവില്ല അച്ഛാ. എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരാ ശരിയാവത്തെന്നാ. എന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട. ശരി ശരി, നീ ഇടപെടണ്ട. അച്ഛാ, ഇവള് ഹോസ്റ്റലിൽ താമസിച്ചോണ്ട് പഠിക്കാനാ പ്ലാൻ. ചുരുക്കി പറഞ്ഞ അച്ഛൻ ഇവിടെ തനിച്ചായി പോവും വർഷങ്ങളോളം. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ട്? അച്ഛനൊരു കല്യാണം കഴിക്കണം. ഇതെന്തൊരു സീരിയസ്നെസ് ഇല്ലാതെ? ബിരിയാണി കഴിക്കണമെന്നൊക്കെ പറയണ പോലെ. അച്ഛനാ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്. ഓൺലൈൻ മാട്രിമോണി ഉണ്ട്, ന്യൂസ് പേപ്പറിലെ മാട്രിമോണിയൽ കോളം ഉണ്ട്, അതും അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് ഉണ്ട്. ഇന്നത്തെ കാലത്ത് സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞാ ഈസി അല്ലേ? നമ്മളൊരു പ്രപ്പോസൽ ഇട്ടാ പോരെ? അതൊക്കെ മോശമല്ലേ? ഇനിയൊരു കല്യാണം കഴിക്കുന്നതോ? അതല്ല, ഈ മാട്രിമോണിയിലൊക്കെ പരസ്യം ചെയ്ത് ബ്രോക്കേഴ്സിന്റെ ഒക്കെ കൂടെ നടന്ന് പെണ്ണ് കണ്ട്. അപ്പോ താല്പര്യമുണ്ട് അല്ലേ? ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, നീത മോൾക്ക് കൂടി പ്രായപൂർത്തിയായ ഞാൻ ചിലപ്പോ പുനർവിവാഹം ചെയ്യുന്നു. ഓ, അത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണല്ലേ? കള്ള. അങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ വെച്ചോണ്ടാ ഇത്രയും കാലം നടന്നത്. അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ? കള്ളം പറയാതിരിക്കാം. സത്യവും പറയാതിരിക്കല്ലേ? നീ ചോദിക്ക്. അച്ഛൻ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? കണ്ടുവച്ചിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചാ നിങ്ങൾക്ക് കൂടി ഇഷ്ടപ്പെട്ട ഒരാൾ വേണമല്ലോ. പോരട്ടെ പോരട്ടെ, വാല് മാത്രമേ മാളത്തിന്ന് പുറത്തു വന്നിട്ടുള്ളൂ. ഇനിയും പോരട്ടെ. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങൾക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? പറയട്ടെ? ധൈര്യമായിട്ട് പറയടി. അച്ഛൻ ഇത്തിരി ധൈര്യക്കുറവുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അച്ഛാ, നമ്മുടെ ബിന്ദുജാന്റെ ആയാലോ? ബിന്ദുജയോ? കണ്ടോ കണ്ടോ, കള്ള ലക്ഷണം കണ്ടോ? ഏത് ബിന്ദുജ? അച്ഛൻ അറിയത്തേ ഇല്ല. സത്യം പറ അച്ഛാ. ഇതിപ്പോ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. പൂച്ച സന്യാസിയുടെ തനി നിറം മനസ്സിലായല്ലോ. എനിക്ക് ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. മോളെ, വെള്ളത്തിലൂടെ ഇറങ്ങല്ലേ. കരയ്ക്ക് നിന്നുകൊണ്ടുള്ള കളിയൊക്കെ മതി. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. ഉണ്ട്. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയാത്തോണ്ടാ. സീരിയസ് മാറ്റർ ആണോ? അതെ. എന്ന് ധൈര്യമായിട്ട് പറഞ്ഞോ. സില്ലി മാറ്റർ പറയാനാണോ വളരെ സൂക്ഷിക്കേണ്ടത്? ഞാനൊരു തമാശ പറഞ്ഞാണെന്നേ. മോളെ, സൂക്ഷിച്ച് വെള്ളത്തിൽ ഇറങ്ങല്ലേ. തുടങ്ങുന്നില്ലേ?
ബിന്ദുജെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമ്മളിങ്ങനെ റെയിൽപാളങ്ങളെ പോലെ പാരലായിട്ട് പോകേണ്ടവരാണോ? ഒരിടത്തും കൂട്ടിമുട്ടാതെ. റെയിൽപാളങ്ങൾ ചില ജംഗ്ഷനിൽ വെച്ച് കൂട്ടിമുട്ടുന്നുണ്ടല്ലോ. നമ്മളും കൂട്ടിമുട്ടുന്നുണ്ട്. ദേ ഇവിടെ വെച്ച്, എന്റെ വീട്ടിൽ വെച്ച്, ഹരിയേട്ടന്റെ വീട്ടിൽ വെച്ച്, അങ്ങനെ പലയിടത്തും. ബിന്ദുജ, ബി സീരിയസ്. കളിതമാശ പറയാനല്ല തന്നെ ഞാനങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. എന്താ ഹരിയേട്ടാ? എടോ, തനിക്ക് ഭർത്താവില്ല, പോയിട്ട് വർഷങ്ങളായി. എനിക്ക് ഭാര്യയില്ല. തൻ്റെ നിവ്യമോൾക്ക് അച്ഛനുമില്ല, എൻ്റെ മക്കൾക്ക് അമ്മയുമില്ല. നമ്മൾ രണ്ടുപേരും മനസ്സ് വെച്ചാൽ എനിക്കൊരു ഭാര്യയെ കിട്ടും, തനിക്കൊരു ഭർത്താവിനെയും കിട്ടും, തൻ്റെ മോൾക്കൊരു അച്ഛനെ കിട്ടും, എൻ്റെ മക്കൾക്ക് ഒരു അമ്മയും കിട്ടും. ബിന്ദുജെ, താനൊന്നും പറഞ്ഞില്ല. എന്റെ മനസ്സിലും ഈ ചോദ്യം ഉണ്ടായിരുന്നു ഹരിയേട്ടാ. റിയലി? പക്ഷെ പെട്ടെന്ന് ഹരിയേട്ടൻ ചോദിച്ചപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ. ശരിക്കും പറഞ്ഞ കൺഫ്യൂഷനല്ല, ഒരുതരം അഹംഭാവം. പെട്ടെന്ന് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കണമെന്ന്. വേണ്ട, സമയമെടുത്ത് ആലോചിച്ചിട്ട് മതി. എന്താടോ? ഞാൻ ഈ ചോദ്യം കേൾക്കാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയോ? മോളെ, ബോള് പോയെങ്കിൽ പോട്ടെ, നമുക്ക് വേറെ വാങ്ങിക്കാം. താൻ ധൃതി പിടിച്ചൊരു ഉത്തരം പറയണ്ട. വേണ്ടപ്പെട്ടവരോട് ആലോചിക്കുക, നിവ്യ മോളോടും ചോദിക്കുക. എനിക്ക് ആരുണ്ട് ഹരിയേട്ടാ വേണ്ടപ്പെട്ടവരായിട്ട്? ആരുമില്ല. ഒരു ചേച്ചിയില്ലേ, മുണ്ടക്കയത്തമറ്റോ? അതിന്റെ കഷ്ടപ്പാടൊന്നും പറയണ്ട. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ മോളോടാ. ചോദിക്കണം, അവക്ക് ഏറ്റവും പ്രിയപ്പെട്ട അങ്കിളിനെ അച്ഛനായിട്ട് കിട്ടുന്നത് സന്തോഷാണോന്ന്. തനിക്ക് സന്തോഷമാണല്ലോ അല്ലേ? ഈശ്വര, ഞാൻ എന്താ പറയണ്ടേ? ടിക്കറ്റ് എടുക്കാത്തവൾക്ക് ഭാഗ്യക്കുറി അടിച്ചൊന്ന് പറഞ്ഞ പെട്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കോ? എനിക്കിതിന് യോഗ്യതയുണ്ടോന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. ചിരിക്കണോ കരയണോ ഏതാ ആദ്യം വേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ. ഇപ്പോ ആ അവസ്ഥയിലാണ് ഞാൻ.
താങ്ക് യു മമ്മി. വെൽക്കം. ഹോംവർക്കൊക്കെ മതിയാക്കിക്കോ. മണി 10:30 കുട്ടികൾ ഉറങ്ങേണ്ട സമയം കഴിഞ്ഞു. വേഗം പോയി ബ്രഷ് ചെയ്. മമ്മി ഇതെല്ലാം മടക്കി വെച്ചോളാം. ഹാ. പല്ല് തേച്ചിട്ട് വന്ന് കിടക്ക് കൊച്ചേ. ഇതെന്തൊരു കിടപ്പാ ഇത്? നേരെ കിടന്നേ. മമ്മി ഉം? മമ്മി എന്താ ഓർത്തോണ്ടിരുന്നേ? ഒന്നുമില്ല. നോണ എന്തോ ഉണ്ട്. പറ. പറ മമ്മി. മോൾക്കൊരു അച്ഛനെ വേണോ? അച്ഛനോ? അച്ഛനില്ലല്ലോ എനിക്ക്. നമ്മളെ വിട്ടിട്ട് പോയില്ലേ? അതിപ്പോ കുറെ വർഷങ്ങളായില്ലേ. സത്യം പറഞ്ഞ നമ്മളെ നോക്കാൻ ആരുമില്ല. മമ്മി തന്നെ ഓടണ്ട എല്ലാത്തിനും. മോടെ PTA മീറ്റിങ്ങിന്, മോടെ കലാമത്സരങ്ങൾക്ക്, മമ്മിയുടെ ഓഫീസിൽ, മാർക്കറ്റിൽ, റേഷൻ കടയിൽ, ഹോസ്പിറ്റലിൽ, ഇലക്ട്രിസിറ്റി ഓഫീസിൽ, എവിടെ പോവേണ്ടി വന്നാലും മമ്മി മാത്രല്ലേ ഉള്ളൂ. ആ ശരിയാ. മോൾക്കൊരച്ഛൻ വന്നാ മമ്മിയുടെ ജോലി പകുതി കുറയും. ആ അച്ഛനും സഹായിക്കുമല്ലോ. ഇനി എനിക്ക് അച്ഛനെ കിട്ടണമെങ്കിൽ മമ്മി കല്യാണം കഴിക്കണ്ടേ? നിനക്കിതൊക്കെ അറിയോ? ഞാൻ തീരെ കൊച്ചുകുട്ടിയാ. അല്ല. അപ്പോ മമ്മി ഇനി കല്യാണം കഴിക്കുന്നത് മോക്ക് ഇഷ്ടാണോ? ആരെയും മമ്മി കല്യാണം കഴിക്കാൻ പോണേ? ആരെ കല്യാണം കഴിക്കണം മമ്മി? മമ്മിക്ക് ആരെ ഇഷ്ടം അത് പറ. മോക്കാരെ ഇഷ്ടം? എനിക്കറിയാന്നേ. അങ്കിളിനെ അല്ലേ? ഹരിലാൽ അങ്കിളിനെ. അയ്യോടി മിണ്ടാപൂച്ച കുഞ്ഞേ, നീ കലോടിച്ചല്ലോടി. ആര് പറഞ്ഞു നിന്നോട് അങ്കിളാണെന്ന്? മമ്മിക്ക് അങ്കിളിനെ ഇഷ്ടമാണെന്നും
അങ്കിളിന് മമ്മി ഇഷ്ടാണെന്ന് ഒക്കെ എനിക്കറിയാം. മോക്കിഷ്ടാണോ? എനിക്ക് അങ്കിളിനെ ഇഷ്ടമല്ലേ മമ്മി? ചോദിക്കണോ? നല്ല അങ്കിളല്ലേ? അങ്കിളും നല്ലതാ, ഹരിതാന്റിയും നല്ലതാ, നീതാന്റിയും നല്ലതാ. അച്ഛനില്ലാണ്ടായപ്പോ മമ്മി ഒരുപാട് വിഷമിച്ചു. ആരും കൂട്ടില്ലാതെ, സഹായത്തിന് ആരുമില്ലാതെ. നമ്മുടെ സങ്കടം കണ്ടിട്ട് ഇപ്പോ ഈശ്വരൻ കൊണ്ടുവന്ന് തന്നതാ അങ്ങനൊരാളെ. മമ്മി കരയാ? ഇല്ല, ഇനി മമ്മിക്ക് കരയേണ്ടി വരില്ല. കണ്ടോ, കുംഭകർണി ഒന്നും അറിഞ്ഞിട്ടില്ല. പോടി, ഞാൻ എല്ലാം അറിഞ്ഞു. തറവാട്ടിലെത്തി, കാറ് നിർത്തി. അമ്മേ, ഉദയേട്ടാ. ആഹാ, ഇവരെത്തിയോ? ഞാൻ വന്നിട്ട് കൊടുത്താൽ മതി. ഹലോ, ആ കേക്കാവോ? 12 ലോഡല്ലേ പറഞ്ഞേ? അത്രയും മണ്ണടിച്ചിട്ടുണ്ട്. ഇനി വേണേ പറയണേ. ഉദയേട്ടാ, എന്തോന്നാടി ഇത്ര ബഹളം? അവര് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തുനിന്ന്, ഹരിയേട്ടനും പിള്ളേരും. ആ, ക്ഷീണമൊന്നുമില്ല എന്ന് മാത്രമല്ല, ഇത്തിരി നന്നായിട്ടുമുണ്ട്. ഓ, അമ്മ ആദ്യമായിട്ടാ ഞാൻ ക്ഷീണിച്ചിട്ടില്ല എന്ന് പറയുന്നത്. എന്താ ഇവിടെ ഒരു കഥകളി? ഒന്നുമില്ല. ഇവിടെ മഴയൊക്കെ ഉണ്ടല്ലോ അല്ലേ? എവിടെ എന്റെ പിറന്നാൾ സുന്ദരി? ഞാനിവിടെ ഉണ്ടേ. ഇങ്ങു വാടി. പ്രായപൂർത്തി, വോട്ടവകാശം, ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ എന്തൊക്കെയാ? ഫ്രീഡം. ഫ്രീഡം അതിത്തിരി കുറയ്ക്കുന്നതാ നല്ലത്. ആ മോളെ, ഇതെന്താ എല്ലാരും ഇവിടെ നിൽക്കുന്നേ? കേറി വാ. അച്ഛാ, ബാഗ് ഡിക്കി. അതൊക്കെ പിന്നെ എടുക്കാം. ടാക്സിക്കാരൊന്നും അല്ലല്ലോ, എല്ലാം ഇപ്പോഴേ എടുത്തു വെച്ചിട്ട് വണ്ടി പറഞ്ഞേക്കാൻ. വാ. അച്ഛാ, നീ വന്നോ?
കുട്ടികളൊക്കെ എവിടെ? അമ്മ പിടിച്ചു നിർത്തിയിരിക്കുക. അച്ഛന് സുഖമല്ലേ? സുഖം. എൻ്റെ സുഖവും ദുഃഖമൊന്നും നിനക്കൊരിക്കലും ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. ഇതാ ഞാനിങ്ങോട്ട് വരാത്തത്. വന്നു കയറുമ്പോൾ തൊട്ട് അച്ഛൻ മുള്ളും മുനയും വെച്ച് ഓരോ വർത്തമാനങ്ങൾ തുടങ്ങും. ഞാൻ പറയൂടാ, നീ എന്നോട് ചെയ്തതെന്താ? ഈ കുടുംബത്തോട് ചെയ്തതെന്താ? വർഷം എത്ര കഴിഞ്ഞു വച്ചാ? എൻ്റെ മക്കൾ കൂടി വളർന്നു വലുതായി. ഇനിയും മറക്കാറായിട്ടില്ലേ? അടിച്ചവന് മറക്കാൻ എളുപ്പമാ. അത്ര എളുപ്പമല്ല അടി കൊണ്ടവന്. കാരണം വേദനിച്ചതവനാ. സാരമില്ല, നിനക്കും കിട്ടും അടി. അപ്പ മനസ്സിലാവും. ആ മോളെ. എടാ, നീ ആ പുത്തമ്പുരക്കലെ പുതിയ വീട് പണിയുന്നിടത്ത് 2 ലോഡ് കരിങ്കൽ ഇറക്കി കൊടുക്കണം. 2 ലോഡ്. എംസാൻ്റെ 1 ലോഡ്. ആ ഏറ്റുമാനൂരിലെ പാറമട നിർത്താൽ മതി. ആ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് ചെറിയച്ച. ആ, ഞാൻ വിളിക്കാം. വെച്ചു. എന്താ ഗമ. തിരുവനന്തപുരത്ത് നിന്ന് കാർ ഓടിച്ച് ഗസ്റ്റുകൾ വന്നിട്ടും ഒരു മൈൻഡും ഇല്ല. എന്താ ഗമ. ഓ, ഒന്ന് പോടി അവിടുന്ന്. ഇവിടെ വാളിൽ തീ പിടിച്ച പോലെ നിൽക്കുക. ഓരോന്ന് പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് വേണം നിന്നെയൊക്കെ മേച്ചന് നടക്കാൻ. ചെറിയച്ചന്റെ JCBയും ഹിറ്റാച്ചിയും ടിപ്പർ കുഞ്ഞുങ്ങളും ഒക്കെ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഓ, അത്രയ്ക്ക് സുഖമൊന്നുമില്ലടി മോളെ. പേടിച്ചാ അവറ്റകൾ കഴിഞ്ഞു കൂടുന്നത്. ആരെ പേടിക്കാൻ? നാട്ടുകാരെ മുഴുവൻ വിറപ്പിച്ചോണ്ടല്ലേ അവറ്റകളുടെ ഓട്ടം. ആ കാലമൊക്കെ പോയി. കലക്ടറെ പേടിക്കണം, ആർഡിഒയെ പേടിക്കണം, തഹസീൽദാരെ പേടിക്കണം, SP പേടിക്കണം, SI പേടിക്കണം, വില്ലേജ് ഓഫീസറെ പേടിക്കണം. ഒരു രക്ഷയില്ല. ചുമ്മാതല്ലോ. സത്യം പറ, ഈ കിടങ്ങൂരെ കുന്നുകളെല്ലാം ഇടിച്ചു നിർത്തിയത് ചെറിയച്ചനല്ലേ? ഉദയ, ഇത് കണ്ടോ സാരി? നീതമോള് തന്നതാ. അവളുടെ പിറന്നാളിന് എനിക്ക് ഉടുക്കാൻ. എനിക്കൊന്നും ഇല്ലേടി. എല്ലാവർക്കും ഉണ്ട്. ചെറിയച്ചനൊരു ഷർട്ടും മുണ്ടും, മുത്തശ്ശന് സിൽക്ക് ജുബ, ചെറിയമ്മയ്ക്ക് സാരി. നീയങ്ങ് വലുതായില്ലോടി മോളെ. കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ ക്ഷീണിച്ചു. ഓ, ഇനി ഞാനുണ്ടോടി നന്നാവാൻ പോണു. സുഖാണോടി നിനക്ക്? എനിക്കെന്താ സുഖക്കുറവ് മോളെ? അതൊക്കെ വല്യമ്മയുടെ കൊടുക്ക്. ഇതെന്തൊക്കെയാ എന്റെ പൊന്നു കൊണ്ടുവന്നേക്കണത്? കേക്കും സ്വീറ്റ്സും ബിസ്ക്കറ്റും ഫ്രൂട്ട്സും എല്ലാം ഉണ്ട്. ഇതെല്ലാം എനിക്കാണോ? പിള്ളേർക്കും കൂടിയാ അല്ലേ മമ്മി? ആണോടി ചക്കരെ? വാ. ചേച്ചി മാത്രമേ ഉള്ളൂ ഇവിടെ. പിള്ളേര് 2 സ്കൂളിൽ പോയി. ഇന്ന് ക്ലാസ് ഉണ്ടോ? എക്സ്ട്രാ ക്ലാസ്. പിന്നെ ഗോപിയേട്ടൻ പണിക്ക് പോയതാ. അതിന് 4 കാലം കയറി വരുമ്പോ പാതിരയാകും. കുടിക്കുന്നതിന് ഒരു കുറവും ഇല്ല അല്ലേ? ഒന്നും പറയണ്ട എന്റെ മോളെ. കേറി വാ മോളെ. പെരക്കകത്തോട്ട് കേറിയിരുന്നോണ്ട് വർത്താനം പറയാലോ. വാ, കേറി വാ. കട്ടൻ കാപ്പി കേട്ടോ. ഇവിടെ പാല് മേടിക്കലേ ഇല്ല. മോള് കുടിക്കോ കട്ടൻ കാപ്പി? അവൾ എന്ത് കിട്ടിയാലും കഴിച്ചോളും. അങ്ങനെയാ ഞാൻ ശീലിപ്പിച്ചിരിക്കുന്നത്. ഇവള് പഠിക്കാനൊക്കെ എങ്ങനെയാ?
ഇതുവരെ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ 2 ഉണ്ട്. പഠിക്കണമെന്ന് അശേഷം താല്പര്യമില്ല രണ്ടുപേർക്കും. പിള്ളേരുടെ തന്തയ്ക്കാണെങ്കിൽ പിള്ളേർ പഠിച്ചാലും വേണ്ടില്ല, പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഷാപ്പിലെ ഫീസ് കൃത്യമായിട്ട് അടച്ചാൽ മതി. ആരാണ്ട് വന്ന ലക്ഷണമുണ്ട്. ദേ ചെരുപ്പ് കണ്ടോ? അയലോക്കക്കാര് വല്ലതും ആയിരിക്കും. കുഞ്ഞമ്മ. ഹായ്, നിവിയ മോള്. അവർക്ക് കൂട്ടുകൂടാൻ ഒരാളായി. കുഞ്ഞമ്മയൊക്കെ എപ്പോ വന്നമ്മേ? ഞങ്ങൾ ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. മോനിപ്പോ ഏതിലാ പഠിക്കുന്നേ? 8th. എന്റെ പേര് മറന്നോ? നിന്റെ പേര് ഞാൻ മറക്കാനോ? ഞാനിട്ട പേരല്ലേ, ആകാശ്. എന്റെ പേര് പറയാൻ ആർക്കും പറ്റില്ല. അയ്യടി, ചുമ്മാ അങ്ങ് തട്ടി വിടുക. നീ ഏത് സ്റ്റാൻഡേർഡിലാ ചാമേ? അമ്മേ കട്ടൻ. അമ്മേ എനിക്കും. നിങ്ങൾ ആദ്യം പോയി യൂണിഫോം മാറ്റിയിട്ട് വാ. വാ. നിങ്ങൾ ഡ്രസ്സ് മാറുന്നില്ലേ ബിന്ദു? ചെല്ല്, ഇട്ടോണ്ട് വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ. വാ, നമുക്ക് ഡ്രസ്സ് മാറിയേക്കാം. നമ്മൾ നാളെയല്ലേ പോകുന്നുള്ളൂ. വാ. നിനക്കൊന്നും എടുക്കണ്ടല്ലോ അല്ലേ? എവിടെ പോയാലും ലഗേജ് ചുമക്കാൻ പെറ്റതള്ളയുണ്ടല്ലോ. പിന്നെ എന്ത് ചെയ്യണം? കൂലിയെ വിളിക്കണോ? നിന്റെയൊക്കെ കല്യാണം കഴിയുമ്പോ എന്ത് ചെയ്യൂന്നൊന്ന് കാണണം. അപ്പോ ഹസ്ബൻഡ് ഉണ്ടല്ലോ. ചങ്ങനാശ്ശേരി മാർക്കറ്റിലെ ഏതെങ്കിലും ഒരു നല്ല ചുമട്ടുകാരനെ നോക്കി വെച്ചേരെ. ഹായ്. നിങ്ങള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങള്. എന്നിട്ട് എവിടെ താലപ്പൊലി പൂമാല? അയ്യോടാ, അതൊക്കെ ഞങ്ങള് വന്ന് കേറിയപ്പോഴായിരുന്നു. ദീപാപ്പച്ചൊക്കെ ഫ്രീക്വന്റ് വിസിറ്റേഴ്സ് അല്ലേ ഇവിടെ. എപ്പോഴും ഊഷ്മള സ്വീകരണം കിട്ടിയെന്ന് വരില്ല. കൊടുത്തോ അമ്മേ ഊഷ്മള സ്വീകരണം വന്നപ്പോഴേ? അവിടെ വർത്തമാനം കേട്ടില്ലേ? ആണ്ടിൽ ഒരിക്കലെങ്കിലും തറവാട്ടിലേക്ക് വരുന്നവളാണെങ്കിൽ വേണ്ടില്ല. ഓ സുല്ല്. അകത്തോട്ടൊന്ന് കേറിയിരിക്കോ? ഇനി പ്രത്യേക ക്ഷണിക്കണായിരിക്കും എംബിഎക്കാരി. അയ്യോ വേണ്ടേ, അടിക്കാതിരുന്നാ മതി. എന്നെക്കാളും പൊക്കം വെച്ചോടി നീ. അതൊക്കെ പിന്നെ നോക്കാടി. അമ്മേ, ഇവിടെ എത്രയിടം വരെയായി ബർത്ത്ഡേ സെറ്റപ്പ് ഒക്കെ? അങ്ങനെ വലിയ ആഘോഷമായിട്ടൊന്നും ഇല്ലടി. ഓ, ഇപ്പോഴെങ്കിലും വന്നല്ലോ. തിരുവനന്തപുരത്ത് കിടക്കുന്ന ഞങ്ങൾ ഇന്നലെ എത്തി. ചങ്ങനാശ്ശേരി ചേച്ചിക്ക് ഇത്രടം വരെ വരാൻ ഒരു ദിവസം കൂടുതൽ വേണ്ടി വന്നു. മോനെ ഹരി, നീ ഒരുപാട് വർത്തമാനമൊന്നും പറയണ്ട. ഇന്നലെ നീ ചങ്ങനാശ്ശേരി വഴിയാണല്ലോ ഇങ്ങോട്ട് വന്നത്. ചങ്ങനാശ്ശേരി വന്നപ്പോ എന്റെ വീട്ടിലൊന്ന് കയറാൻ തോന്നിയോ? അത് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ കയറും. അതുകൊണ്ടാ ഇങ്ങോട്ട് പോകുന്നപ്പോൾ കയറായിരുന്നു. കണ്ടാമേ, വീണത് പെട്ടെന്ന് തന്നെ വിദ്യയാക്കുന്നത്. ചേച്ചി, ഞങ്ങൾ അതൊക്കെ ഫിക്സ് ചെയ്തോണ്ടാ പോകുന്നത്. സംശയം ഉണ്ടെങ്കിൽ എന്റെ മക്കളോട് ചോദിച്ചു നോക്ക്. അച്ഛൻ പറഞ്ഞത് ശരിയാട്ടോ. വെറുതെ സംശയിക്കല്ലേ ദീപേപ്പച്ചി. എന്നാ ഞാനിനി ഒന്നും പറയുന്നില്ല. അച്ഛാ, നീ ഒറ്റയ്ക്കേ ഉള്ളോടി, പിള്ളേരെ കൊണ്ടുവന്നില്ലേ? ധന്യമോളുണ്ട്, വിഷ്ണു വന്നില്ല. തിരുനെൽവേലിന്ന് വരണ്ടേ മോളെ? മുത്തശ്ശ പഠിക്കുന്നുണ്ടോ നന്നായിട്ട്? ഉണ്ട് മുത്തശ്ശ. മുത്തച്ഛൻ കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്നുകൂടെ ചെറുപ്പായി. പോടി കളിയാക്കാതെ. ഈ എനിക്കാ ചെറുപ്പം. അമ്മ കണ്ടോ പൊന്നുമോളോട് അച്ഛന്റെ വാത്സല്യം?
ദീപ ചേച്ചിയെ കാണുമ്പോൾ അച്ഛൻ്റെ മനസ്സലിഞ്ഞു പോവും. എന്നെ എൻ്റെ മക്കളെയും കാണുമ്പോൾ ദുർവാസാവ്. അച്ഛൻ കേക്കണ്ട. ദീപ ചേച്ചിയെ ആ നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? ഞാൻ എവിടെ പോവാനാ? ചേച്ചിക്ക് പോരുന്ന വഴി മണിയേട്ടനെ കൂടെ വിളിച്ചോണ്ട് പോന്നുകൂടായിരുന്നു? മണിയേട്ടനെ ഞാൻ എന്തിനാ വിളിച്ചോണ്ട് വരുന്നേ? സ്വന്തമായിട്ട് വണ്ടിയും വള്ളവും ഒക്കെ ഉണ്ടല്ലോ, പിന്നെന്താ? ചുമ്മാ പറഞ്ഞതേ ഉള്ളു ചേച്ചി. ഒരു ഭംഗി വാക്ക്. ചേച്ചി അതൊരു ഇഷ്യൂ ആക്കണ്ട. മണിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് ഇന്നൊരു യാത്രയുള്ളത് കൊണ്ടാ. ആ, ബാക്കി എല്ലാരും ആയല്ലോ. എന്നാ നമുക്കിനി ആ ചടങ്ങങ്ങ് നടത്തിയേക്കാം. കേക്ക് മുറിക്കൽ. Happy birthday to you. Happy birthday to you. Happy birthday, Leela. Many happy returns of the day. ആ കഴിച്ചോ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? നീ ഇനി കല്യാണം കഴിക്കണ്ടെന്നൊന്നും ആരും പറയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്താണ് പക്ഷേ? ആ പക്ഷേലാണല്ലോ തടസ്സം. പെൺകുട്ടികൾ രണ്ടും പ്രായമായില്ലേ ഹരി? ഇനി നീ കല്യാണം കഴിക്കുകയാണോ വേണ്ടത്, അതോ അവരുടെ കല്യാണം നടത്തുകയാണോ? അവരുടെ കല്യാണം നടത്താൻ ഇനി എത്ര വർഷം എടുക്കും? ചേച്ചിക്കുണ്ടല്ലോ ഒരു മോള്. എൻ്റെ ഹരിത മോളുടെ പ്രായമാണല്ലോ. അവളെ ചേച്ചി അടുത്ത വർഷം കെട്ടിച്ചു വിടുമോ? ഞാൻ റെഡിയാ, പക്ഷെ അവള് സമ്മതിക്കില്ല. ഇപ്പൊ പഠിത്തം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇനി എവിടെങ്കിലും ജോലിക്ക് കയറി 2-3 വർഷം അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് മതി കല്യാണം എന്ന അവളുടെ മനസ്സിലിരിപ്പ്. ഏകദേശം എത്ര വർഷം എടുക്കും അതിന്? 4-5 വർഷം വേണ്ടി വന്നേക്കും. ഇനി അവൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടേ പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞാൽ അത്രയൊന്നും വേണ്ടി വരില്ല. അത്ര തന്നെ വേണ്ടിവരും ഹരിതമോളുടെയും കല്യാണം നടത്താൻ. അപ്പോഴേക്ക് നീതമോളുടെ ഊഴം വരും. ഇപ്പം അവൾക്ക് 18 ആയതേ ഉള്ളൂ എന്ന് ഓർക്കണം. 25 വയസ്സിൽ കല്യാണം എന്ന് കണക്കൂട്ടിയാൽ പോലും ഇനി 7 വർഷം. അപ്പം എനിക്കെത്ര വയസ്സാവും? ഞാൻ വൃദ്ധനായി കഴിയുമ്പോൾ മരുന്നും വെള്ളം എടുത്തു തന്ന് ശുശ്രൂഷിക്കാൻ ഒരു ഹോം നേഴ്സിനല്ല എനിക്ക് വേണ്ടത്. എൻ്റെ കൂടെ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഭാര്യയാണ്. ഓ, ഇനി എന്ത് മാരേജ് ലൈഫ്? നിന്റെ ചെറുപ്പമൊക്കെ കഴിഞ്ഞു പോയില്ലേ? തൈക്കളവനായി. ഇനിയൊരു പെണ്ണ് കെട്ടാൻ പോയാലേ അത് നിനക്കൊരു ബാധ്യതയായിട്ട് വരും. എൻ്റെ ചെറുപ്പം പോയി ആര് പറഞ്ഞു? എൻ്റെ മുടി നരച്ചു തുടങ്ങി കണ്ടിട്ടാണോ? അതോ തൊലിയുടെ നിറം മങ്ങിയത് കൊണ്ടാണോ? ഒരാളിൻ്റെ മനസ്സിന് ജരാതന ബാധിച്ചിട്ടില്ലെങ്കിൽ അയാൾ ചെറുപ്പം തന്നെയാണ്. പതിനാറ് വർഷം മുമ്പ് മുറിഞ്ഞു പോയതാ എൻ്റെ ദാമ്പത്യ ജീവിതം. ഞാൻ അവിടെ തന്നെ നിൽക്കുക ഇപ്പോഴും. എനിക്ക് അവിടുന്ന് തന്നെ തുടങ്ങാൻ പറ്റും ഇനിയും. ആളുകൾ എന്തു പറയുന്നു നീ ചിന്തിച്ചിട്ടുണ്ടോ? കെട്ടിക്കാറായ 2 പെമ്മക്കള് പുര നിറഞ്ഞു നിൽക്കുമ്പോ
അച്ഛൻ പോയി കല്യാണം കഴിക്കുക. മൂക്കത്ത് വിരല് വെക്കും നാട്ടുകാര്. നാട്ടുകാരാണോ ഇത്രയും കാലം എൻ്റെ മക്കളെ നോക്കിയതും വളർത്തിയതും? ആണോ? എൻ്റെ വിഷമങ്ങളൊന്നും അവർ കണ്ടിട്ടില്ലല്ലോ. എൻ്റെ യൗവനകാലം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുമെന്ന് കണ്ടിട്ട് ഒരു നാട്ടുകാരനും ചോദിച്ചില്ലല്ലോ, നീ തനിച്ചല്ലേ, നിനക്ക് കൂട്ടിനൊരു പെണ്ണ് വേണ്ടേന്ന്. ആരും കൊണ്ടുവന്ന് തന്നിട്ടില്ലല്ലോ. ഞാനൊരു കല്യാണം കഴിച്ച നാട്ടുകാരെന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ? എൻ്റെ റേഷൻ നിർത്തിക്കളയോ? 16 വർഷം എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി അന്തസ്സായിട്ടാണ് ഞാൻ ജീവിച്ചത്. ഒരു നാട്ടുകാരനും ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടു തന്നിട്ടില്ല. ഇനി ഞാനൊരു കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ അവരെനിക്ക് തരാൻ പോകുന്ന സർട്ടിഫിക്കറ്റും എനിക്ക് വേണ്ട. ഹരി, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചുറ്റുമുള്ളവരുടെ പ്രതികരണം കൂടി നോക്കണ്ടേ? ഞാൻ ഇന്നേ വരെ ഒരുത്തൻ്റെയും മതിലിനപ്പുറത്തേക്ക് ഒളിഞ്ഞു നോക്കിയിട്ടില്ല. ആരുടെയും ജീവിതത്തിൽ കയ്യും തലയും കൊണ്ട് ഇട്ടിട്ടുമില്ല. ചേച്ചി, മൃഗങ്ങൾക്ക് പോലും ഇല്ലാത്തൊരു ഹീനവികാരമുണ്ട് മനുഷ്യർക്ക്, അസൂയ. അയൽക്കാരന് ലോട്ടറി അടിച്ചൊന്നും കേൾക്കുന്നതല്ല അവന് സന്തോഷം. അവൻ്റെ വീട് ഇടിഞ്ഞു വീണുവെന്ന് കേൾക്കുന്നതാ. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? അമ്മ എന്താ മിണ്ടാതിരിക്കുന്നത്? ഹരി പറയുന്നതിൽ കാര്യമുണ്ട് ദീപേ. നാട്ടുകാർ നാക്കിട്ടലയ്ക്കുന്നത് പേടിച്ച് അവനെന്തിനാ കല്യാണം കഴിക്കാതിരിക്കുന്നേ? എന്നാ പിന്നെ ഇത് കുറച്ച് നേരത്തെ ആയിക്കൂടായിരുന്നോ? 16 വർഷമായില്ലേ മറ്റോള് വിട്ടുപോയിട്ട്. എനിക്ക് വേണം തോന്നുമ്പോഴല്ലേ ഞാൻ കല്യാണം കഴിക്കേണ്ടത്, അല്ലാതെ നിങ്ങൾക്ക് തോന്നുമ്പോഴാണോ? എൻ്റെ മനസ്സും ജീവിത സാഹചര്യവും ഇപ്പോഴാണ് ഒരു വിവാഹ ജീവിതത്തിന് പാകമായത്. ഇതൊന്നും ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല. പിന്നെ ഇതൊക്കെ ഒരു മര്യാദയാ. എന്നാൽ ഈ പ്രായത്തിനെന്താ കുഴപ്പം? എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് ശരിയായ പ്രായം. ജീവിതം കുറേ കണ്ടു, കുറേ പാഠങ്ങൾ പഠിച്ചു. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ചെലവാക്കണം, എങ്ങനെ സമ്പാദിക്കണം, ആരൊക്കെ വിശ്വസിക്കണം എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കി. അടിത്തറ നല്ലപോലെ ഉറച്ചു. ആ പെണ്ണിന്റെ കുടുംബം എങ്ങനെയുള്ളതാ? കുടുംബമൊന്നുമില്ല. ആകെ ഒരു ചേച്ചിയുള്ളത് ദാരിദ്ര്യത്തിലാ കഴിയുന്നത്. ഒരു മകളുണ്ടല്ലോ, അതാ ഞാൻ നോക്കിയിട്ടൊരു വല്ലായ്മ. അതിനെ നമ്മൾ നോക്കണ്ടേ? വല്ലവരുടെ മകളല്ലേ? അമ്മ അങ്ങനെ പറയരുത്. അമ്മ ഒരു സ്ത്രീയല്ലേ. അമ്മയെപ്പോലുള്ള സ്ത്രീകളല്ലേ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പിന്തുണ കൊടുക്കേണ്ടത്. അതൊരു പെൺകുഞ്ഞാ, അതിന് അച്ഛനില്ല. അതിനൊരു നല്ല അച്ഛനെ കിട്ടുമല്ലോ എന്ന് അമ്മ വിചാരിക്കാതെന്താ? വല്ലവരുടെയും മകൾ എന്നമ്മ പറഞ്ഞല്ലോ. ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ പെണ്ണ് എൻ്റെ മക്കളെപ്പറ്റി എന്ത് വിചാരിക്കണം? വല്ലവളും പ്രസവിച്ച 2 മക്കൾ അല്ലേ? പക്ഷെ എന്താണ് വാസ്തവം? അവളുടെ ഒരു മകൾക്ക് അച്ഛനെ കിട്ടുമ്പോൾ എൻ്റെ 2 പെൺമക്കൾക്ക് അമ്മയെ കിട്ടുകയാണ്. അമ്മ എന്താ അങ്ങനെ ചിന്തിക്കാത്തത്? അച്ഛൻ ഇത് അറിഞ്ഞ ഭൂകമ്പം ഉണ്ടാക്കും, ഒരു സംശയം വേണ്ട. മോനെ ഹരി, ഞാൻ എൻ്റെ ചില സംശയങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. നിന്റെ ജീവിതം ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയതിൽ ഒരുപാട് സങ്കടം അനുഭവിച്ചോളാം ഞാൻ. നിനക്കൊരു നല്ല ജീവിതം കിട്ടണമെന്നും സന്തോഷമായിട്ട് കഴിയുന്നത് കാണാൻ പറ്റണമെന്നും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നവളാ. എങ്കിൽ ഇതാണ് അതിന് പറ്റിയ സമയം. എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയാ. പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, വിധവ. എനിക്ക് 2-3 വർഷത്തെ പരിചയമുണ്ട്. അവളുടെ ജീവിതത്തിന് ഒരു ഡിസിപ്ലിനുണ്ട്. അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. പരിചയപ്പെട്ട് കഴിയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും അവളൊരു നല്ല പെണ്ണാണെന്ന്. ഇവിടെ ഇപ്പൊ നീ കല്യാണം കഴിക്കുന്നില്ല, ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല.
മറ്റുള്ളവരെന്തു പറയും എന്നുള്ള പേടിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാ അമ്മയും ചേച്ചിയും കൂടെ ഈ വിഷയം അച്ഛൻ്റെ അടുത്ത് അവതരിപ്പിക്കണം. ദുർവാസാവിന്റെ അവതാരമാണല്ലോ. കേട്ട പാതി കേൾക്കാത്ത പാതി ശപിച്ചു കളയും. അച്ഛൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല, എനിക്ക് ഉറപ്പാ. ചേച്ചി, ഇതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാ. ഒരു കാര്യം കേട്ടോടനെ നടക്കില്ല എന്ന് പറയുന്നത് നടക്കരുതെന്ന് വിചാരിച്ചിട്ടാ. സാധിക്കും, നടക്കും, പറ്റും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഓരോ കാര്യം ചെയ്യണം. അപ്പം നടക്കാത്ത കൂടി നടക്കും. ആദ്യം മനസ്സ്, പിന്നെ പ്രവൃത്തി. അയ്യോ, അവനിപ്പ ചത്തനെ. ആ പാട്ടൊന്നുകൂടെ കേൾപ്പിക്കണേ. എന്റെ താങ്ങും തണലുമായിരുന്ന ആള് പോയിട്ട് വർഷം എത്രയായി. ഞാനും മോളും മാത്രം. 2 സ്ത്രീകൾക്ക് ആൺതുണയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ലോകമല്ല ചേച്ചി ഇത്. ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു നീ ഒരു 2ാം കല്യാണം കഴിച്ചിരുന്നെങ്കിലെന്ന്. പറയാനൊരു മടി. ആലോചിച്ച് നടത്തിത്തരാൻ ആരുമില്ലല്ലോ. പിന്നെ ഞാൻ ഓർത്തു ഒരു കണക്കിൽ ഇങ്ങനെ അങ്ങ് പോകുന്നതാ നല്ലതെന്ന്. എനിക്ക് കിട്ടിയ പോലെ ഒരുത്തിന് ഭർത്താവായിട്ട് കിട്ടിയ പിന്നെ നരകമല്ല ജീവിതം. ഹരിലാൽ സാറ് നല്ല മനുഷ്യനാ ചേച്ചി. 16 വർഷം കഴിഞ്ഞു ഭാര്യ ഉപേക്ഷിച്ചു പോയിട്ട്. 2 പെൺമക്കളെ അന്തസ്സായിട്ട് വളർത്തി പഠിപ്പിച്ച് പ്രായപൂർത്തിയാക്കി. ഒരു ദുഷ്പേര് പോലും കേൾപ്പിച്ചില്ല. കല്യാണം കഴിക്കാമായിരുന്നിട്ടും അങ്ങനെ ചെയ്തില്ല. ഒന്നോർത്ത എന്റെ ഭാഗ്യമല്ലേ ചേച്ചി ഇത്. ആരോരും ഇല്ലാതെ ജീവിച്ചിട്ട് ഒടുവിൽ ബലവാനായ ഒരാള് നമ്മളെ ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ വരുമല്ലേ. എല്ലാം നിന്റെ ഭാഗ്യം തന്നെയാ. എല്ലാം ഭംഗിയായി നടക്കട്ടെ. മുന്നിൽ നിന്ന് നടത്തിത്തരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതിനുള്ള ശേഷിയില്ല. ഗോപിയേട്ടൻ സമ്മതിക്കേയില്ല. ചേച്ചി എന്തൊക്കെയായാലും നിശ്ചയത്തിനും കല്യാണത്തിനും വരണം. വരാതിരിക്കരുത്. എനിക്ക് ഈ ലോകത്ത് ചേച്ചി മാത്രമേ ഉള്ളൂ സ്വന്തമെന്ന് പറയാൻ. പിന്നെ എന്റെ മോളും. ഇവിടെ വാടി, ഇവിടെ വരാൻ. ഇവിടെ വാടി, കഴിവറട്ടാ മോളെ. എത്ര നേരം വിളിക്കണേ നിന്നെ? എന്തായാലും നിനക്ക് ഇറങ്ങി വരാൻ എത്ര താമസം? പറഞ്ഞ കേക്കത്തില്ലാത്ത അസ വച്ചിട്ടുണ്ടോ നിനക്ക്? എനിക്ക് ഞാൻ വച്ചിട്ടുണ്ട്. അല്ല പിന്നെ ഇന്ന് ഒരു ദിവസമെങ്കിലും ഈ തെറിപ്പാട്ട് നിർത്തുവോ? എന്തിനാണ് നിർത്തുന്നത്? ഇന്നെന്താ പാൽപായസവും പഴം ഉണ്ടോ ഇവിടെ? അവള് വന്നിട്ടുണ്ട്. ഏതവളാ? ഏതവളാടി? അയ്യോടി, നീയായിരുന്നു? അടിയൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ എന്റെ തെറി പറഞ്ഞുപോയി. അറിവില്ലായ്മ കൊണ്ടാ, ക്ഷമിക്കണം. എന്താടി ഇങ്ങോട്ടൊക്കെ എഴുന്നള്ളാൻ തിരുമനസ്സായേ? തമ്പുരാട്ടി ഈ വഴിക്ക് കാണാനേ ഇല്ലായിരുന്നല്ലോ. എന്തൊക്കെയാ പറയുന്നേ? അതും വീട്ടിൽ കയറി വന്നവരോട് ഒരു മര്യാദ വേണ്ടേ? ഞാൻ പറയൂടി, ഇവക്ക് നമ്മളോടൊക്കെ വലിയ പുജ്ഞമായിരുന്നല്ലോ. പുജ്ഞം. ഇവള് വലിയ പത്രക്കാരിയല്ലേ? എടി, നിന്റെ പേര് ഞാൻ അങ്ങ് മാറ്റി. പുജ്ഞാരി. നീ വേണമെങ്കിൽ നിന്റെ പത്രത്തിലിട്ടോ. നീ അകത്ത് കയറിപ്പോ ബിന്ദു. ഇത് ഞാൻ ഇവിടെ നിന്ന് ചലക്കട്ടെ. നീ വാ. എടി നില്ലടി അവിടെ. എടി നില്ലടി അവിടെ. എടി
അല്ല എന്നാ പിന്നെ ഞാനൊന്ന് നോക്കിയിട്ടേ ഉള്ളൂ. ഈ കാലടി ഗോപിയുടെ ആ കളി. അല്ല എന്നാ പിന്നെ കയറിയിട്ട് എന്നാ കാര്യം? എന്നോട് എന്റെ അത് ഞാൻ ആ തിണ്ണയിലോ പടിയിലോ കിടന്നുറങ്ങിക്കോളും. എന്നും അങ്ങനെയാ. ചേച്ചി, ഓ, എനിക്കിതൊക്കെ പഴകിയടി. ആ കൊച്ചുങ്ങളെ ഒന്ന് കരപറ്റിക്കണം എങ്ങനെയെങ്കിലും. അത്രേ ഉള്ളൂ. പിന്നെ ചത്താ മതി, കിടന്നുറങ്ങാലും ഒരു ശല്യവും കൂടാതെ. ദേ, നിങ്ങൾ അവന്റെ നേർക്ക് ചാടിക്കടിക്കാനൊന്നും ചെല്ലണ്ട. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, പറഞ്ഞാൽ മനസ്സിലാവും അവന്. തലയിരിക്കുമ്പോ വാലാടണ്ട. നീ പുനർവിവാഹം നടത്താൻ പോണോന്ന് കേട്ടു. അങ്ങനെ ഒരു ആലോചന ഉണ്ടച്ചാ. നാണം ഇല്ലടാ നിനക്ക്. തല നരച്ചു, പല്ലും കുഴിഞ്ഞു തുടങ്ങി. കല്യാണം കഴിക്കാൻ പോണു. പ്രായം തികഞ്ഞു നിൽക്കുന്ന നിന്റെ മക്കളാണോ കല്യാണം കഴിക്കേണ്ടത്, അതോ കുഴിയിലോട്ട് കാലി നീട്ടാൻ പോണ നീയാണോ? എൻ്റെ മക്കളുടെ വിവാഹം അതിന് പറ്റിയ സമയത്ത് തന്നെ ഞാൻ നടത്തി കൊടുക്കും. അതിനുള്ള പണവും പണ്ടവും എല്ലാം ഞാൻ കരുതി വച്ചിട്ടുണ്ട്. എൻ്റെ പുനർവിവാഹം അവരുടെ കല്യാണത്തിന് തടസ്സമല്ല. രണ്ടു തമ്മിലെന്തിനാ കൂട്ടിക്കൊഴിക്കുന്നത്? എടാ, നിനക്കിപ്പോ ഒരു കല്യാണത്തിന്റെ ആവശ്യം എന്താ? പെണ്ണും പെടക്കോഴിയും ഇല്ലാതെ 16 വർഷക്കാലം നീ ജീവിച്ചില്ലേ? ഇനിയുള്ള കാലം അങ്ങനെ തന്നെ സ്വസ്ഥമായി കഴിഞ്ഞാ പോരെ? അത് പോരെന്ന് തോന്നിയതുകൊണ്ടല്ല അച്ഛാ ഇപ്പൊ കല്യാണം കഴിക്കണം തോന്നിയത്. എനിക്കൊരു അസുഖം വന്ന, ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്ന, എനിക്കൊരു മാസം പത്തി നോക്കി മരുന്ന് കഴിക്കേണ്ടി വന്ന, എന്നെ നോക്കാൻ ആരുണ്ട്? പെൺമക്കൾ രണ്ടുപേരും കല്യാണം കഴിച്ച് പോകേണ്ടവരല്ലേ? അങ്ങനെ ഒരു അത്യാവശ്യം വന്നാൽ ഹോംനേഴ്സിനെ വെക്കണം. അതിനുവേണ്ടി ആരെങ്കിലും പെണ്ണ് കിട്ടുമോ? എങ്കിൽ അച്ഛനൊരു കാര്യം ചെയ്യും, അമ്മയെ എൻ്റെ കൂടെ ട്രിവാൻഡ്രത്തേക്ക് വിട്ടേക്ക്. എനിക്ക് എൻ്റെ അമ്മ കൂടെ നിൽക്കുന്നതാ ഏറ്റവും സന്തോഷം. അമ്മ നോക്കുന്ന പോലെ എന്നെ മറ്റാരും നോക്കില്ല എന്ന് എനിക്ക് ഉറപ്പാ. അപ്പൊ പിന്നെ ഇവിടെ ആരാ എന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ഇവിടെ ഒരു ഹോം നേഴ്സ് നിർത്താം. അതിന് ശമ്പളം എത്രയെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തേക്കാം. അതൊന്നും ശരിയാവില്ല. എന്നെ നോക്കാൻ എൻ്റെ ഭാര്യ ഉള്ളപ്പോ ഞാനെന്തിനാ ഹോം നേഴ്സിനെ വെക്കണേ? അതിന്റെ ആവശ്യം എന്താ? ആഹാ, അത് കൊള്ളാം. ഇത്രയും പ്രായം ചെന്ന അച്ഛനും ഭാര്യ തന്നെ വേണം അടുത്ത്. ഹോം നേഴ്സ് നോക്കിയാൽ പോരാ. അച്ഛൻ്റെ പകുതി പ്രായം മാത്രമുള്ള എനിക്ക് ഭാര്യ വേണ്ട, ഹോം നേഴ്സ് മതി. കൊള്ളാം. ഇതെവിടുത്തെ ന്യായാച്ചാ? പെൺമക്കൾ കല്യാണം കഴിച്ചു പോയാൽ ഹരിയേട്ടൻ ഒറ്റയ്ക്കാവോന്നാണല്ലോ പേടി. നീതമോളെ കല്യാണം കഴിക്കുന്നവൻ ഹരിയേട്ടന്റെ വീട്ടിൽ ദത്ത് നിൽക്കട്ടെ. എന്നിട്ട് നീതയും അവളെ കെട്ടുന്നവനും കൂടി ഹരിയേട്ടനെ സംരക്ഷിക്കട്ടെ. നല്ല ഐഡിയ. ഇന്നത്തെ കാലത്ത് എവിടെ കിട്ടുവടാ ഭാര്യ വീട്ടിൽ വന്ന് ദത്ത് നിൽക്കാൻ തയ്യാറുള്ള ചെറുക്കനെ? സ്വന്തം മകള് വീട്ടിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, പിന്നെയല്ലേ അവളെ കെട്ടുന്നവൻ. അതൊക്കെ അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴും അങ്ങനത്തെ കല്യാണമൊക്കെ നടക്കുന്നുണ്ട്. ഞാനൊരു പുനർവിവാഹം കഴിക്കുന്നതിൽ നിങ്ങൾക്കൊക്കെ എന്താത്ര വിഷമം? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്നാ പിന്നെ നിനക്ക് ഇത് പണ്ടേ ചെയ്യരുതായിരുന്നോടാ. എന്തിനു 16 വർഷം കാത്തു? ഒന്നും അല്ലെങ്കിലും നിന്റെ മക്കളെ അവരുടെ കുഞ്ഞുനാളിൽ നോക്കാൻ ഒരു സഹായം കിട്ടുമായിരുന്നല്ലോ. അന്ന് നീ അത് ചെയ്തില്ല. ഇപ്പൊ നാണം കെട്ട ആലോചനയുമായി ഇറങ്ങിയിരിക്കണു. അച്ഛാ, അന്നൊക്കെ ഞാൻ പുനർവിവാഹത്തെപ്പറ്റി ചിന്തിക്കാത്തതിന് കാരണമുണ്ട്.
എൻ്റെ മക്കൾ ഒരു രണ്ടാനമ്മയുടെ കീഴിൽ അവഗണന അനുഭവിച്ച് വളരേണ്ടി വരരുത്. അമ്മയില്ലാത്ത ദുഃഖത്തിലും വലുതാണ് അമ്മയുടെ സ്ഥാനത്തുള്ളവരുടെ അവഗണന. എന്നിട്ടിപ്പോ നീ കല്യാണം ആലോചിക്കുന്നത് രണ്ടാനമ്മയായിട്ടല്ലാതെ മൂന്നാനമ്മയായിട്ട് വരുമോ? അച്ഛാ, എൻ്റെ മക്കൾക്ക് പ്രായപൂർത്തിയായി. ഇനി വിവാഹമേ വേണ്ടാന്ന് വെച്ചിട്ടല്ല ഞാനിതുവരെ കല്യാണം കഴിക്കാതിരുന്നത്. എൻ്റെ മക്കൾക്ക് പ്രായപൂർത്തിയാകുന്നവരെ പുനർവിവാഹം കഴിക്കില്ല എന്ന് ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നീതയ്ക്ക് 18 വയസ്സായി. ഹരിതമോൾ ഹയർ സ്റ്റഡീസിന് പോവുകയാണ്. നീതമോള് ഹോസ്റ്റലിൽ താമസിച്ച ഡിഗ്രിക്ക് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടെ വീട്ടിൽ ഞാൻ തനിച്ചാവും. ഇനിയെങ്കിലും എനിക്ക് എൻ്റെതായൊരു ജീവിതം വേണ്ടേ? 46 വയസ്സ് ജീവിതത്തിന്റെ അങ്ങേയറ്റമൊന്നുമല്ലല്ലോ. ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. ഞങ്ങളോട് അഭിപ്രായം ചോദിക്കണ്ട. പണ്ടേ നീ തോന്നിയാസക്കാരനാ. അച്ഛനും അമ്മയ്ക്കും പുല്ലുവില. 10-20 കൊല്ലം മുമ്പ് നീ ഞങ്ങളെല്ലാം ധിക്കരിച്ച് കുടുംബത്തിന്റെ അന്തസ്സിന് കരിവാരി തേച്ചുകൊണ്ടൊരു കല്യാണം കഴിച്ചു, ഡൽഹിയിൽ വെച്ച്. ഒരു അന്യമതക്കാരിയെ മറന്നിട്ടില്ലല്ലോ അല്ലേ? അതെന്തിനാ എപ്പോഴും കൂടെ കൂടെ പറയുന്നേ? ശവത്തി കുത്തുന്ന പോലെ. പറയൂടി, അവസരം കിട്ടുമ്പോ ഒക്കെ പറയും. അന്ന് ഞാൻ പറഞ്ഞ വാക്കിന് ഇവനൊരു കച്ചിത്തുരുമ്പിന്റെ വിലയെങ്കിലും ഇട്ടോ? ഇല്ല. ഡൽഹിയിൽ പോയി ബാങ്ക് ഉദ്യോഗസ്ഥനായി 5 അക്ക ശമ്പളം വാങ്ങിച്ചെന്റെ അഹങ്കാരം അച്ഛനെയും അമ്മയും കൂടപ്പറപ്പുകളെയും ബന്ധുക്കാരെയും കുടുംബക്കാരെയും സകലരെയും വെറുപ്പിച്ച് ഒരുത്തിയെ രജിസ്റ്റർ മാരേജ് ചെയ്തിരുന്നല്ലോ. എന്നിട്ട് എന്തായി? 4 വർഷം തികച്ച് ജീവിച്ചോ? ഒരുമ്പെട്ടോള് പോയി കളഞ്ഞില്ലേ ഇവനെ ഉപേക്ഷിച്ചിട്ട്? ഗുരുകാരണവന്മാരുടെ വാക്ക് കേൾക്കാത്തതിന്റെ ശിക്ഷ കഴിഞ്ഞ 16 കൊല്ലം അനുഭവിച്ചില്ലേ? ഇനിയും നീ നിന്റെ തോന്നിയാസ്ത്രി പെണ്ണ് കെട്ടിക്കോ, എന്നിട്ട് അതിന്റെ ഫലം അനുഭവിച്ചോ. അനുഗ്രഹിച്ചില്ലെങ്കിലും വേണ്ടില്ല, സ്വന്തം മക്കളെ ശപിക്കല്ലേ രാമേട്ട. ശപിച്ചതല്ല, സ്വയം കൃതാനർത്ഥം എന്നൊരു വിധിയുണ്ട്, അതാ പറഞ്ഞത്. പണ്ട് ഞാൻ ആരോടും ആലോചിക്കാതെ ആരുടെ അനുഗ്രഹം വാങ്ങാതെ എൻ്റെ തന്നെ ഇഷ്ടത്തിനൊരു വിവാഹം കഴിച്ചു. അത് അന്നത്തെ പ്രായത്തിന്റെ ചോരത്തിളപ്പ്. തെറ്റുപറ്റിപ്പോയി. ആ തെറ്റ് ഇനി ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാ ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് വന്ന് ആലോചിക്കുന്നത്. അതും തെറ്റാണോ? ശരി, നീ നിന്റെ മക്കളോട് ആലോചിച്ചോ. അവർക്ക് സമ്മതമാണോ നീ രണ്ടാമതും കല്യാണം കഴിക്കണത്? അവർക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. നിന്നെ പേടിച്ചിട്ട് പറയാത്തതായിരിക്കും. അവരെ വിളിക്ക്, ഞാൻ ചോദിക്കാം. ഇങ്ങോട്ട് വാ മക്കളെ. നിങ്ങളുടെ അച്ഛൻ 2ാം കല്യാണം കഴിക്കാൻ പോവത്രേ. നിങ്ങൾ കൂടി അറിഞ്ഞിട്ടാണോ? അതെ. നിങ്ങൾക്കൊരു എതിർപ്പില്ലേ? ഇല്ല. ആ പെണ്ണിനെ നിങ്ങൾക്കറിയോ? അറിയാം. എങ്ങനെയുള്ളവളാണെന്നും സ്വഭാവവും പാരമ്പര്യവും സ്വത്തും നിങ്ങൾക്കറിയോ? അതൊരു നല്ല സ്ത്രീയാ മുത്തച്ഛ. വെരി സിമ്പിൾ ആൻഡ് ഹംബിൾ. ജാടയില്ല,
കാബഡി അശേഷമില്ല. കുടുംബം നോക്കാൻ അറിയാം. അത്രയും പോരെ? ഇനി ഒരുത്തി കയറി വരുമ്പോ ആ വീട്ടിൽ നിങ്ങളുടെ അവകാശങ്ങൾ കുറയും. വരുന്നവള് ഭരിക്കും നിങ്ങളെ. ബിന്ദുജാന്റെ ഭരിച്ചോട്ടെ, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ മുത്തശ്ശ. ഇങ്ങനത്തെ മക്കളെ ആദ്യമായിട്ടാ കാണുന്നത്. ഇത്രയും വിവരക്കേട് കൊള്ളാമോ? ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ? മുത്തച്ഛ, വിവരക്കേടൊന്നുമല്ല. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ചത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രായപൂർത്തിയാവുന്നത് വരെ അച്ഛൻ ഞങ്ങളെപ്പറ്റി അല്ലാതെ വേറൊന്നും ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ PG ചേർന്ന് പഠിക്കാൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോവും. നീതമോളും പോവും. പിന്നെ അച്ഛൻ ആരാ ഉള്ളത്? അച്ഛനൊരു കൂട്ട് വേണ്ടേ? വേലക്കാരിയും ഹോം നഴ്സും കുടുംബക്കാരും ഒക്കെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ മാത്രം സഹായിച്ചേക്കും. അതല്ലാതെ സ്നേഹത്തോടെ അച്ഛനെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഈ കല്യാണം വേണ്ടതുപോലെ നടത്തിക്കൊടുക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹവും അപേക്ഷയും. ഇത് ആരുടെയും അനുവാദവും സമ്മതവും ഇല്ലാതെ നടത്താം അച്ഛന്. എന്നാലും എല്ലാവരോടും സമ്മതവും അനുഗ്രഹവും ചോദിക്കുന്നത് അച്ഛന് എല്ലാവരോടും റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ടാ. തിരിച്ചും അച്ഛനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ശരി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞോ. നിങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം ട്രിവാൻഡ്രത്തേക്ക് വരണം. ബിന്ദുജയും മോളെയും വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്താം. എല്ലാവർക്കും പരിചയപ്പെടാം. അവിടെ വെച്ച് ഒരു തീരുമാനത്തിലെത്താം. ശരി, നോക്കാം. എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഒന്നിനും കൂട്ടു നിൽക്കില്ല. അതിപ്പോഴേ പറഞ്ഞേക്കാം. ഓട്ടോറിക്ഷ വരുമ്പോ ഞങ്ങളെയും കൊണ്ടുപോണേ. ഓട്ടോ വരാൻ വൈകും. വിളിച്ചു പറഞ്ഞല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ നേരം പോകും മക്കളെ. അത് സാരമില്ലെന്നേ. മോളെ ബിന്ദു, കല്യാണം ഉറപ്പിച്ചു കഴിയുമ്പോ വിളിക്കണേ. നിശ്ചയത്തിന് ഞങ്ങൾ എന്തായാലും വരും. ചേച്ചി വിളിക്കാതിരിക്കൂ. നന്നായി. എന്താ ഈ പറയണേ? അമ്മ മരിച്ചത് പിന്നെ നമ്മൾ ഒരുപാട് അകന്നുപോയി. ഒരു പാത്രത്തിൽ കഴിച്ച് ഒരു പായെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയവരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ദേ ഓട്ടോ വരുന്നു. എന്നാ ഇനി ഞങ്ങള് പോട്ടെ ചേച്ചി. പോട്ടെ വല്യമ്മേ. വല്യമ്മ അങ്ങോട്ട് വരണുണ്ട് കേട്ടോ. വാ മോളെ. മമ്മി, നീതാൻഡി. ഹായ് നീതാൻഡി. മോളെ, ഹായ് ദാൻഡി. നീ എന്തെടുക്കുമായിരുന്നടി കാന്താരി? മമ്മീനെ ഫോണില് ഗെയിം കളിക്കുമായിരുന്നു. അപ്പോഴാ ഹോൺ അടിച്ചത്. ഹായ്. അങ്കിളേ. ഓഹോ, ഇതാണല്ലേ ഷെയ്ഖ് ഹാൻഡ്.
ഹായ് ആന്റി. എല്ലാവരും കേറി വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ? ഇറങ്ങി വരാൻ സമയമാകുമ്പോ അറിയിക്കാം. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കയറി വരാം. വാങ്ങളേ, നമുക്ക് ഗെയിം കളിക്കണേ. ആർക്കാ കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നതെന്ന് നോക്കാം. അങ്കിളിനെ ഞാൻ തോപ്പിക്കും. എങ്കിൽ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ആഹാ, കാണാം, ബാ. ആന്റി, തിന്നാനും കുടിക്കാനും ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ എടുത്തോ. ഒരു ആനയെ കിട്ടിയ ശാപ്പിടാനുള്ള വിശപ്പുണ്ട്. ഓഹോ, നിങ്ങൾ ഏത് പട്ടിണി രാജ്യത്തെന്നാ വരവ്? എത്യോപ്യ അതോ സൊമാലിയോ? അച്ഛനോട് ഞങ്ങൾ പറഞ്ഞതാ ഏതെങ്കിലും ഹോട്ടലിൽ കയറാന്ന്. സമ്മതിക്കണ്ടേ? അച്ഛൻ പറയാ ഇവിടെ ബിന്ദുജാനിയുടെ കൈപുണ്യം കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന്. അത് കാരണം കിടങ്ങൂർ ടു ട്രിവാൻഡ്രം അച്ഛൻ നോൺ സ്റ്റോപ്പ് ആയിട്ടാ കാർ ഓടിച്ചത്. ഒരു നാരങ്ങ വെള്ളം. ഇവിടെ ഫുഡ് ഫെസ്റ്റ് ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞോ? ഇല്ലേ? ഇല്ല അല്ലേ? അമ്മ എന്തെങ്കിലും തരണേ. എന്തെങ്കിലും തിന്നാൻ കൊടുക്കണേ അമ്മ. പാവല്ലേ അമ്മ? ഒന്നുമില്ലടി. മമ്മി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നേ. എന്തൊക്കെയെല്ലാം? ചോറ്, ഫിഷ് ഫ്രൈ, ഫിഷ് കറി, ചിക്കൻ റോസ്റ്റ്, ചപ്പാത്തി, സാലഡ്, പിന്നെ തൈര്, മോരുകറി, ചമ്മന്തി, അവിയല്, തോരൻ, പിന്നെ ഐസ്ക്രീമും ഉണ്ട്. ഹായ്, എന്നാ പിന്നെ എന്താ താമസം? വാ, നമുക്ക് അടുക്കള പോയി കൊള്ളയടിക്കാം. പിന്നല്ലാതെ. ആന്റി വാ. ഒന്നുമില്ല. വീട്ടിൽ അവതരിപ്പിച്ചോ? പറഞ്ഞു. എന്നിട്ട്